മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കൊച്ചി വരാപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഇരുമ്പ് സപ്പോർട്ടിംഗ് ജാക്കികൾ വീടിന് മുകളിലേക്ക് തകർന്നു വീണു. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പണിയുന്ന പാലത്തിന്റെ സപ്പോർട്ടിംഗ് ജാക്കികളാണ് തകർന്നു വീണത്. ഒഴിവായത് വലിയൊരു ദുരന്തമാണ്. നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലേബി, എങ്ങനെയാണിത് സംഭവിച്ചത്? ശ്രുതി, സത്യത്തിൽ ഒഴിവായത് വലിയ ദുരന്തമാണ്. കാരണം നാഷണൽ ഹൈവേ 66ന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വലിയ പാലമാണിത്. വരാപ്പുഴ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലം. ആ പാലത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച സപ്പോർട്ടിംഗ് ജാക്കികൾ, അതായത് ഈ പാലം പണിതു അതിന് സപ്പോർട്ടായി നിർത്തിയിരുന്ന വലിയ ഇരുമ്പ് ജാക്കികൾ, ആ സപ്പോർട്ടിംഗ് ജാക്കികളെല്ലാം കൂടെ ഇന്ന് പൊളിഞ്ഞ് ഈ വീട്ടിലേക്ക് വീഴുകയായിരുന്നു. നോക്കുക, ഈ വീടിന് ഈ ഭാഗത്ത്, ഇത് റോഡാണ്, ഇതിലേക്കൂടെ ഈ റോഡ് വഴിയാണ് ഈ ഭാഗത്തുള്ള ആളുകൾ ഈ പാലത്തിന് അടിവശം ഉപയോഗിച്ചുകൊണ്ട് നടന്നു പോകുന്നത്. ഈ റോഡിലേക്കാണ് ഇത് വീണിരിക്കുന്നത്. കൂറ്റൻ ഇരുമ്പ് ജാക്കികളാണ് ഇതെല്ലാം തകർന്ന് വീണിരിക്കുന്നത്. ഇങ്ങോട്ടാണ്, ഈ റോഡിലൂടെ സ്ഥിരമായി ആളുകൾ സഞ്ചരിക്കാറുള്ളതാണ്. ഇങ്ങോട്ടാണ് വീണതെങ്കിൽ ഇതുവഴി ആരെങ്കിലും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വലിയ ദുരന്തമായേനെ. അത് മാത്രമല്ല, ഈ വീട്ടിലേക്ക് നോക്കുക, ഈ വീട്ടിൽ ഈ ഭാഗം ഇവിടം മുതൽ, ഇത് വീടിൻ്റെ അതിർത്തിയാണ്, ഇവിടം മുതൽ ഇവിടെ ആരെങ്കിലും നിന്നിട്ടുണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. ഈ വീട്ടിലേക്കാണ് ഇതെല്ലാം കൂടി തകർന്നു വീണിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പാലത്തിൻ്റെ നിർമ്മാണം, ഈ പാലത്തിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് കഴിഞ്ഞു. അതിൻ്റെ പാലം നിർമ്മിച്ചതിനെ തുടർന്ന് ആ പാലം ഉറച്ചു കഴിയുമ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യാൻ നിർത്തിയിരിക്കുന്ന ജാക്കികൾ പൊളിച്ചു മാറ്റുമല്ലോ. ഈ പൊളിച്ചു മാറ്റുന്നത് സാധാരണ എത്രത്തോളം ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പൊളിച്ചു മാറ്റിയപ്പോൾ വളരെ അശ്രദ്ധയോടുകൂടി അവർ പൊളിച്ച് ക്രെയിൻ ഉപയോഗിച്ച് നീക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇതിൻ്റെ ബെൽറ്റ് എല്ലാം പൊട്ടി ഇത് അടർന്ന് ഇങ്ങോട്ട് മുഴുവനായി വീണത്. നമുക്കിപ്പം ഈ വീട്ട് ഉടമസ്ഥരൊക്കെ നിൽക്കുന്നുണ്ട്, നാട്ടുകാരുണ്ട്. ഇതെന്താണ് ചേട്ടാ സംഭവിച്ചു ശരിക്കും? അവർ ക്രെയിൻ വെച്ച് വലിച്ച് എടുക്കുമ്പോഴത്തേക്ക് മറിഞ്ഞു വീണു. ക്രെയിൻ വെച്ച് ഇത് അഴിച്ചെടുക്കുന്നതിനിടെ എല്ലാം കൂടി തകർന്നു വീണു. ഈ വീടിന്റെ ഈ ഭാഗത്ത് ആരും ഇല്ലായിരുന്നോ? അപ്പോൾ ഉണ്ടായില്ല, വീട്ടിലെ എല്ലാവരും പുറത്ത് അകത്തായിരുന്നു. അന്നേരത്താണ് സംഭവിച്ചത്. ഇപ്പത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. അപ്പൊ ഈ സ്ഥലം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറി. ഫ്രാൻസിസ് ചേട്ടന്റെ സഹോദരിയാണല്ലേ? എന്നിട്ട് എന്താ ഉണ്ടായത്? ശബ്ദം കേട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇത് എല്ലാം കൂടി വീണ് ഇതിന്റെ മുകളിലേക്ക് കിടക്കണം. ഇവര് വണ്ടി ഇത് വലിച്ചിങ്ങനെ ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അമ്മ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ആ സമയത്ത് മേതേ വീണേനെ. ഞാൻ ഇങ്ങനെ കാലിങ്ങനെ എടുത്തു വെച്ച് നടക്കലിന്റെ അടുമ്പിലൊക്കെ എടുത്തു വെച്ച് അപ്പോഴത്തേക്കാണ് ഇത് അങ്ങനെ അങ്ങോട്ട് കയറിയാണ്. അങ്ങോട്ട് ഓടി പേടിച്ച് അകത്തേക്ക് കയറി. ഈ ഭാഗത്ത് നിന്നിരുന്നെങ്കിൽ ഇതിന്റെ അടിയിൽ പോയേനെ. ഈ സർവീസ് റോഡിൽ കൂടി ഒരു വ്യക്തി പോയതാണ്. ഇത് വീണതിൻ്റെ ഒരു 5 മിനിറ്റിന് മുമ്പ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5-6 ദിവസം കൊണ്ട് തീർക്കുന്ന പണി ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി ഒരു ക്രെയിൻ വെച്ച് വലിച്ചാണ് ഇടുന്നത്. ശരിക്കും ഒരു അശ്രദ്ധ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഇതിന് മുൻപും ഇവിടെ സമാനമായ രീതിയിൽ അപകടം ഉണ്ടായില്ല. ഈ വ്യക്തിക്ക് തന്നെ, ഈ ഫ്രാൻസിസ് എന്ന വ്യക്തിക്ക് ഇവരെ അശ്രദ്ധ കുറവുണ്ട്. ഇവർ ഇതിനു വേണ്ടി കൊണ്ടുവന്നേക്കുന്ന പണി സാധനങ്ങൾ ലോറിയിൽ നിന്ന് പുറത്തോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ തലയിലോട്ടാണ്. ഇവിടെ ഞങ്ങൾ പരിസരവാസികളാണ്. വരാപ്പുഴ പഞ്ചായത്തിൽ 8ാം വാർഡായ മണ്ണന്തുരുത്താണ്. ഇവിടെയാണ് ഈ വർക്ക് നടക്കുന്നത്. പക്ഷേ ഇവിടെ നടത്തുന്ന വർക്കിൽ ഈ വർക്കും അല്ലെങ്കിൽ പരിസരവാസികളായിട്ട് ഒരു ശ്രദ്ധയുമില്ല. അവരുടെ ജീവനൊരു വില കൽപ്പിക്കുന്ന പരിപാടിയല്ല. പലപ്പോഴും പല രീതിയിലും ഞങ്ങളുടെ കുടുംബത്തിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള ഈ പരിസരത്തുള്ള എല്ലാവരും ശ്രദ്ധിച്ചില്ല, ജാഗ്രത കാണിച്ചില്ല. മേൽനോട്ടത്തിനും ആരുമില്ല. ഇല്ല മേൽനോട്ടത്തിന്. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ? ഞാനുണ്ടായില്ല, ഞാൻ പള്ളിയിൽ പോയി. അപ്പോൾ ഇവിടുന്ന് കുറച്ചുപേരെ ഉണ്ടായി. നിങ്ങൾ എത്ര പേരെ ഇവിടെ താമസിക്കുന്നത്? 4 പേര്. 4 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരുടെ വീടിൻ്റെ മുറ്റത്തേക്കും ഈ ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഈ ഷീറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്കുമാണ് ഇത് തകർന്ന് വീണിരിക്കുന്നത്. ദേശീയപാത 66ന്റെ ഭാഗമായി വരാപ്പുഴയിൽ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന വലിയ പാലം, ആ പാലം നിർമ്മിക്കുന്നതിനുള്ള ഇരുമ്പ് ജാക്കികളാണ് ഇത്തരത്തിൽ തകർന്നു വീണത്. അതുമാത്രമല്ല, ഇവിടെ ഇതിന് തൊട്ട് മുൻപ് ഒരു ദിവസം ഇതുപോലെ പാലം നിർമ്മാണത്തിലിരിക്കെ 1 വർഷമായി ഇപ്പം ഈ ഫ്രാൻസിസിൻ്റെ തലയിൽ തന്നെ ഈ വലിയ ഇരുമ്പ് കമ്പി വീണിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഭയങ്കര ചോരയിൽ കുളിച്ച് കിടക്കായി. അത് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നായിരുന്നു. അന്നേരം എത്ര അശ്രദ്ധയോട് കൂടിയാണ് ഇത് ചെയ്യുന്നത് നോക്കുക. ഈ ബെൽറ്റ് ഇട്ടാണ് ഇത് ക്രെയിൻ കൊണ്ട് കെട്ടിവലിച്ചത്. ഡീഷർട്ടിങ് ചെയ്യുന്നത് യാതൊരു സേഫ്റ്റി ഇല്ലാതെയാണ് ഈ സാധനം വലിച്ചിടുന്നത്. വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും ജാഗ്രതയോടെ കൂടി ചെയ്യേണ്ട, ഇത്രയും വലിയ ശ്രദ്ധ കാണിക്കേണ്ട സ്ഥലത്താണ് സർവീസ് റോഡിലേക്ക് ഇത്ര അശ്രദ്ധമായി ഇതെല്ലാം ഈ തകർന്ന് വീണ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ക്രെയിൻ ഉപയോഗിച്ച്, ഇത് മേൽനോട്ടത്തിന് ആരുമില്ല, ഇവിടെ സൂപ്പർവൈസർ ആരുമില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. മാത്രമല്ല, ഈ വീട്ടുടമസ്ഥന് ഇതുപോലെ തന്നെ അടുത്തിടെ ഇതുപോലൊരു പരിക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ പാലം നിർമ്മാണത്തിൽ ഈ വീടിന് മുറ്റത്ത് നിൽക്കവേ
ഒരു അപകടമുണ്ടായി. ഈ വീട്ടിലെ ഫ്രാൻസിസ് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ തകർന്ന് വീണിരിക്കുന്നത്. ഈ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇതുവഴി നടന്നു വരുമ്പോൾ സമാനമായ രീതിയിൽ അപകടമുണ്ടായി. മുകളിൽ നിന്ന് ഇരുമ്പ് കഷ്ണം തലയിലേക്ക് വീണ് കുറച്ചുനാൾ ചികിത്സയിലുമായിരുന്നു. ഹാസ്പിറ്റലായിരുന്നു. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് ചെറിയൊരു കമ്പി ലോറിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ തലയിലോട്ട് വീണു. അതായത് പാലത്തിന്റെ മുകളിൽ ലോറിയിൽ ഇറക്കി താഴത്ത് പണി സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് വീണു. പോയിക്കോട്ടെന്ന് വെച്ചാൽ പോയിക്കോളാൻ പറഞ്ഞ വേറെ നാഷണൽ ഹൈവേയുടെ അതോറിറ്റി അവരെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു. ഇവിടെ വളരെ കെയർലെസ് ആയിട്ടാണ് ഈ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിസരം വലിയ പ്രതിഷേധമാണ് ഈ സംഭവം. വളരെ പ്രതിഷേധമുണ്ട്. വെള്ളക്കെട്ട് തന്നെയല്ല, ഇവിടെ ആളുകളുടെ യാത്ര ഇതിൽ റോഡാണ്. ഈ റോഡിൽ കൂടെ പോണവർക്ക് യാതൊരു സേഫ്റ്റി ഇല്ല. ഇന്നിപ്പോൾ ഇത്രയും അശ്രദ്ധയായിട്ടാണ് ഇത് ചെയ്തത്. ഒരടി മാറിയെങ്കിൽ ഇവിടെ ഇരുന്ന ആ സ്റ്റെല്ലയുടെ തല മുഴുവൻ പൊളിഞ്ഞ് അവരിന്ന് ഈ റോഡ് ഈ സർവീസ് റോഡ് ആദ്യം തന്നെ ചെയ്യേണ്ട വർക്കാണ്. ഈ സർവീസ് റോഡ് ചെളിയായി കിടക്കണം. ഈ ചെളിയിൽ കൂടി ഈ കാണുന്ന വീട്ടുകാരൊക്കെ പോണത് വളരെയധികം ബുദ്ധിമുട്ടാണ് എല്ലാവരും പോണത്. ഇതില് ശ്രുതി ഓർക്കേണ്ട കാര്യമുണ്ട്. ഇതിനകത്തുണ്ടല്ലോ ഈ ചെളി കംപ്ലീറ്റ് ഈ വീട്ടിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒലിച്ച് ആദ്യം സർവീസ് റോഡ് റെഡിയാക്കിയിട്ട് വേണം ഇതുപോലെ പാലം പണികളൊക്കെ നടത്താനായിട്ട്. ഇത് ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. അന്നത്തെ ആ വീഴ്ചയിൽ തന്നെ ആ ചേട്ടനും ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇപ്പോഴാണ് ഈ വീണക്കുന്നത്. ഇത് ഇത്തിരി മാറി വെച്ചെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ ഉണ്ടാവുന്നത്? തീർച്ചയായും ഇത്തരത്തിൽ ജാഗ്രത കുറവ്, അലംഭാവം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ശ്രുതി.